പ്രിയമുള്ളവരെ, ഇന്ന് കേരളം അത്യന്തം സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഈ രാജ്യത്തെ തകർക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏറെക്കാലമായിട്ട് നാം പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളം ഭീകരവാദികളുടെ താവളമാണ് എന്ന വസ്തുത. ആവർത്തിച്ച് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, എത്രയെത്രയോ അന്വേഷണ ഏജൻസികൾ, ഒടുവിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച റിപ്പോർട്ട് ഒക്കെ ആവർത്തിച്ചു പറയുകയുണ്ടായി, കേരളം ഭീകരവാദത്തിൻ്റെ പിടിയിലാണ്. എത്രയെത്ര ഉദാഹരണങ്ങളിലൂടെ നമ്മളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യത്താകമാനം IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട 45 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളതാണ് എന്നതും, IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം 122 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതുമൊക്കെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്ത നമുക്കറിയാം. ഇന്നലെ പുലർച്ചെ, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ 2 മണിക്ക് കേരളത്തിന്റെ സിറിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പെരുമ്പാവൂരിൽ നിന്നും 2 പേരെയും ഏലൂർ പാതാളത്ത് നിന്ന് ഒരാളെയും അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നമ്മൾ കണ്ടു. അറസ്റ്റ് ചെയ്തത് NIA ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. കേരള പോലീസിന് എത്രയോ വർഷമായി ചിലരൊക്കെ ഇവിടെ താമസിക്കുന്നു, അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം അമ്പെ പരാജയപ്പെട്ടു. കേരളത്തിന് സ്വന്തം നിലയ്ക്ക് ഒരു ATS ഉണ്ട്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ട്. അവർക്കും ഈ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ പോലീസ് സംവിധാനം ഭീകരവാദത്തെ കീഴ്പ്പെടുത്താനും അടിച്ചമർത്താനും കഴിയാത്ത വിധം നിഷ്ക്രിയമായിരിക്കുന്നു. മാവോയിസ്റ്റുകളോടുള്ള സമീപനമല്ല ഇസ്ലാമിക ഭീകരതയോട് ഈ സർക്കാരിനുള്ളത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സന്ധി ചെയ്യണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക നിലപാടാണ് ഈ സർക്കാർ പിന്തുടരുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം പിന്തുടരുന്ന ഇസ്ലാമിക ഭീകരതയോടുള്ള മൃദു സമീപനമാണ് കേരളത്തെ ഭീകരവാദത്തിന്റെ താവളമാക്കി മാറ്റിയത് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നാം ഇന്നത്തെ ചർച്ച ആരംഭിക്കാൻ. ഇന്ന് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വലിയൊരു ചർച്ചയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഭീകരവാദ ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന് NIA കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, NIAയുടെ റിപ്പോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് ഇസ്ലാമിക ഭീകരവാദ ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം NIA വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഭീകരവാദവും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെയായി കേരളത്തിലെ കേന്ദ്ര ഏജൻസികൾ, എല്ലാ അന്വേഷണ ഏജൻസികളും, ഇനി മറ്റൊരു അന്വേഷണ ഏജൻസി ഒരുപക്ഷെ CBI മാത്രമാണ് ഈ കേസ് അന്വേഷിക്കാത്തത്. NIA, ED, കസ്റ്റംസ്, അതുപോലുള്ള അന്വേഷണ ഏജൻസികൾ മുഴുവൻ ഇന്നിപ്പോൾ കേരളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കേരളം ഇത്രമാത്രം ഒരു ഹോട്ട്സ്പോട്ടായി, ഭീകരവാദത്തിന്റെ ഹോട്ട്സ്പോട്ടായിട്ട് എങ്ങനെ മാറി? ആരാണ് അതിന്റെ ഉത്തരവാദികൾ? സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള ആ ഒരു കള്ളക്കടത്ത്, ഭീകരവാദത്തിന് വേണ്ടി നടത്തിയ കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ അന്തരീക്ഷം, കേരളത്തിന്റെ ഭരണ സംവിധാനം ഈ ഭീകരവാദത്തോട് ഒട്ടി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകാൻ സാധ്യമല്ല. ഇവിടെ ഇപ്പോ സർവ്വനിലയ്ക്കും സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ശിവശങ്കരനെ NIA വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി ജലീൽ സംശയത്തിന്റെ നിഴലിലാണ്. NIA, ED തുടങ്ങിയവ വീണ്ടും ജലീലിനെ ചോദ്യം ചെയ്യുന്നു, കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്നു.
അങ്ങനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവര് സ്വപ്ന സുരേഷ്, അരുൺ ബാലചന്ദ്രൻ, സന്ദീപ് നായർ, CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മുഴുവൻ ഈ സർക്കാരുമായി ഒട്ടിനിൽക്കുന്നവരുമായി അഭേദ്യ ബന്ധമുള്ളവരാണ് എന്നുള്ളത് മാത്രമല്ല, പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതാക്കളുടെ മക്കൾ വരെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുമായി ബന്ധപ്പെട്ടുള്ള മാഫിയ കടത്തും ഒക്കെയായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അങ്ങേയറ്റം പ്രതിരോധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത്. പാർട്ടി നേതാവിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടും ലഹരി മരുന്ന് കടത്തുമായിട്ടും ലഹരി മാഫിയുമായിട്ടും ഒക്കെ ബന്ധം പുലർത്തുന്നവരാണ് ആളാണ്. അതിന്റെ പേരിൽ NIA ചോദ്യം ചെയ്യുന്നു, ED ചോദ്യം ചെയ്യുന്നു. മറ്റൊരു മന്ത്രി കൂടി, ജയരാജന്റെ മകന്റെ പേരുകൂടി വലിച്ചഴക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതും രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ സർവമാന രംഗത്തും പ്രതിക്കൂട്ടിലാണ് CPM. CPM-ന് അവസാനത്തെ അടവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ എങ്ങനെയെങ്കിലും കള്ളക്കടത്ത് എന്നുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഈ വിഷയത്തെ മാറ്റി ഇതിനെ ഖുറാനുമായി ബന്ധിപ്പിക്കുക. ഖുറാൻ കടത്തിയതാണ് വലിയ വിഷയം. ഖുറാൻ കടത്തിയുന്നത് അത്ര വലിയ കുറ്റമാണോ, നികൃഷ്ട ഗ്രന്ഥമാണോ എന്ന് ചാനലിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. ഖുറാൻ കൊണ്ടുപോയതിൽ എന്താ തെറ്റ്, ഖുറാനോടാണോ യുദ്ധം എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പ്രതിവാര പങ്ക്തിയിൽ ദേശാഭിമാനിയിൽ എഴുതുന്നു, അവഹേളനം ഖുറാനോട് എന്തിന് എന്ന്. അപ്പോൾ ഈ സമരം മുഴുവൻ കള്ളക്കടത്തിനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിലെ ജനങ്ങൾ, പ്രതിപക്ഷ സംഘടനകൾ, രാജ്യസ്നേഹികൾ, അന്വേഷണ ഏജൻസികളൊക്കെ നടത്തുന്ന അന്വേഷണം ഖുറാൻ കടത്തിയതിന്റെ പേരിലുള്ള അന്വേഷണമാണോ? ഖുറാൻ കടത്തിയതിന്റെ അന്വേഷണമാണോ ED നടത്തുന്നത്? ഖുറാൻ കടത്തിയതിന്റെ അന്വേഷണമാണോ NIA നടത്തുന്നത്? ഖുറാൻ കടത്തിയതിന്റെ അന്വേഷണമാണോ കസ്റ്റംസ് നടത്തുന്നത്? എല്ലാവർക്കും അറിയാം അല്ല എന്ന്. മൂക്ക് കീഴ്പോട്ടുള്ള ഏത് മനുഷ്യനും അറിയാം ഇത് ഖുറാൻ കടത്തിയതുമായിട്ടുള്ള അല്ലെങ്കിൽ ഖുറാന്റെ പേരിലുള്ള വിവാദമല്ല ഈ നാട്ടിലുണ്ടായിട്ടുള്ളത് എന്ന്. മറിച്ച് കോൺസുലേറ്റിലെ വഴി നയതന്ത്ര ബാഗേജ് എന്ന വ്യാജേന കൊണ്ടുവന്ന സ്വർണം, അതുപോലെ ഖുറാൻ എന്ന പേരിൽ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച. 17,000 കിലോ ഈന്തപ്പഴം കൊണ്ടുവന്നു, അതും ചർച്ചയല്ലേ? ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നോ എന്നുള്ളതിനെ കുറിച്ചാണ് അന്വേഷണം. അപ്പൊ ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നോ, ഖുറാന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നോ? അതേപോലെ കോൺസുലേറ്റ് വഴി സന്ദീപ് നായർക്കും സ്വപ്നയും ഒക്കെ സ്വർണം കൊണ്ടുവന്നത് ഓവൻ വഴി, കുക്കർ വഴി, TV വഴി ഒക്കെയാണ് സ്വർണം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ സ്വർണം കടത്താനുള്ള മാധ്യമമായിട്ടാണ് ഇവിടെ ഖുറാൻ ഉപയോഗിച്ചത്. ഖുറാൻ കടത്തുന്നതിനെതിരായിട്ടല്ല. ഖുറാൻ എത്രയോ തവണ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഖുറാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസം 10-ാം തീയതി കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. എന്തായിരുന്നു ആ വാർത്ത? 25 ടൺ ഖുറാൻ ഏറ്റുവാങ്ങാൻ ആളില്ലാതെ കഴിഞ്ഞ 6 മാസമായി കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ ആളില്ലാതെ കിടക്കുകയാണ്. എവിടെ നിന്ന് വന്നതാ? സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഖുറാനാണ്. ഏറ്റെടുക്കാൻ ആളില്ല. കസ്റ്റംസ് 6 മാസക്കാലം അത് സൂക്ഷിക്കുകയാണ്. കസ്റ്റംസ് പരസ്യം കൊടുത്തു, ഇതിന് യഥാർത്ഥ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കണം. അതിന്റെ ക്ലിയറൻസ് ചാർജോ മറ്റെന്തെങ്കിലും കൊടുത്തായിരിക്കും ഏറ്റെടുക്കേണ്ടി വരിക. അങ്ങനെ ആ സാധനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് കസ്റ്റംസ് പരസ്യം കൊടുത്തു. പക്ഷെ ആരും ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. ജനുവരി മാസം 21-ാം തീയതി അത് ഓപ്ഷന് വേണ്ടി വെച്ചു. ആ ഓപ്ഷനിൽ പങ്കെടുത്ത് ഖുറാൻ ഏറ്റുവാങ്ങാൻ ആളുണ്ടായില്ല. എന്നാ അത് തിരിച്ചയച്ചു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ ഖുറാൻ കൊണ്ടുവരുന്നു, ടൺ കണക്കിന് ഖുറാൻ കൊണ്ടുവരുന്നു. ഇവിടെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഖുറാൻ വിതരണം ചെയ്യുന്നതിന് ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ?
അപ്പൊ ഖുറാൻ വിതരണം ചെയ്യുന്നതിനും ഖുറാൻ കൊണ്ടുവരുന്നതിനും ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എതിർപ്പ് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന് അന്വേഷിക്കുന്ന പോലെ, ഓവന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന് അന്വേഷിക്കുന്ന പോലെ, ടിവിയുടെ മറവിൽ സ്വർണം കടത്തിയോ, ഹോം അപ്ലയൻസസ് കൊണ്ടുവരുന്ന അതിന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന് അന്വേഷിക്കുന്ന പോലെ, സന്ദീപ് നായരുടെ വീടിന്റെ പുറകിൽ പൊളിച്ച ഓവന്റെ പാക്കറ്റുകളും അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങളും ഒക്കെ അന്ന് NIA കണ്ടെടുത്തിരുന്നു. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ്. പക്ഷേ CPM ഒടുവിലത്തെ ആയുധം എടുക്കുകയാണ്. ഇത് ഖുറാനെതിരായിട്ടുള്ള സമരമാണെന്നാണ്. ഇത് ഖുറാൻ വിതരണം ചെയ്യുന്നത് നികൃഷ്ടമാണോ എന്ന ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഉന്നയിക്കാൻ കാരണം എന്ന് എല്ലാവർക്കും അറിയാം. സാമാന്യ ബുദ്ധി മരവിച്ചിട്ടില്ലാത്ത, പാർട്ടി ഓഫീസിൽ സ്വന്തം ബുദ്ധിശക്തി പണയം വെച്ചിട്ടില്ലാത്ത, പാർട്ടിയുടെ അടിമകളല്ലാത്ത ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇത് ഖുറാനെതിരായിട്ടുള്ള സമരമല്ല. ഖുറാനെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴക്കുകയാണ്. ഖുറാനെ ആരും നികൃഷ്ട ഗ്രന്ഥമെന്ന് ആക്ഷേപിച്ചിട്ടില്ല. ഖുറാൻ വിതരണം ചെയ്യുന്നതിനെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഖുറാനെ വലിച്ചഴച്ച് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ തികഞ്ഞ വർഗീയ ലക്ഷ്യമാണുള്ളത്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള രീതിയാണ്, പാർട്ടി എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നുവോ അപ്പോഴൊക്കെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള മതവർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുകയും കൂട്ടുപിടിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അത് പാർട്ടിയുടെ ചരിത്രമാണ്, എല്ലാ കാലത്തെയും ചരിത്രമാണ്. ഭീകരതയെ, ഇസ്ലാമിക ഭീകരവാദത്തെ ഒക്കെ കൂട്ടുപിടിക്കുന്നത് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോഴാണ്. പാർട്ടിക്ക് അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവവും ഇസ്ലാമിക തീവ്രവാദവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ കാഫിറുകളുടെ നാടാണ്. ഇന്ത്യ ദാറുൽ ഹറാബാണ്. ദാറുൽ ഹറാബായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്നത് നരകത്തിൽ പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഹിജറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരുപറ്റം മുസ്ലിം യുവാക്കൾ ഹിജറത്ത് പുറപ്പെട്ട ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധികാരിക ചരിത്രം എഴുതിയിട്ടുള്ള അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ദ ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ എന്ന പേരിൽ നിരവധി വോള്യങ്ങളുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണ് അങ്ങനെ പോയത് എന്ന് പേരടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയ ആളുകളെ അഫ്ഗാനിസ്ഥാനിൽ കയറ്റിയില്ല. അവർ നേരെ താഷ്കന്റിലെത്തി. താഷ്കന്റിൽ അവരെ സ്റ്റാലിൻ്റെ പോലീസ് നേരെ അറസ്റ്റ് ചെയ്തു. അവരാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു നേതാവ് MN റോയ്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടില്ല, റഷ്യൻ വിപ്ലവത്തിൽ ആകൃഷ്ടനായിട്ട് റഷ്യയിലേക്ക് പോയ ആളാണ് MN റോയ്. MN റോയുടെ അടുത്തേക്ക് ഇവരെത്തിക്കുകയും MN റോയ് അവരെ കമ്മ്യൂണിസം പഠിപ്പിച്ച് അങ്ങനെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് റഷ്യയിലാണ്. കമ്മ്യൂണിസ്റ്റ് ദ ടോയ്ലേറ്റ്സ് ഓഫ് ദ ഈസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ടോയ്ലേറ്റ്സ് ഓഫ് ഈസ്റ്റ് എന്ന പേരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത് താഷ്കന്റിലാണ്, റഷ്യയിലാണ്. അങ്ങനെയുള്ള പാർട്ടി സഖാക്കന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത്. അവരാരൊക്കെയാണെന്ന് MN റോയ് പറഞ്ഞിട്ടുണ്ട്. അധികാരിയുടെ പുസ്തകത്തിൽ അത് വായിക്കാം. അപ്പൊ ഇന്ത്യ കാഫിറുകളുടെ നാടാണ്, ദാറുൽ ഹറാബാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഹിജറത്ത് പുറപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികളുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവിക ബന്ധം നിലനിൽക്കുന്നത്. DNA നിലനിൽക്കുന്നത് അവരുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക തീവ്രവാദത്തോട് ഒട്ടി നിൽക്കുന്ന സമീപനം എല്ലാ കാലത്തും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻ പ്രമേയത്തെ പിന്തുണച്ചത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വെട്ടിമുറിക്കണം എന്ന് പാർട്ടി ഔദ്യോഗിക നിലപാടെടുത്തതുകൊണ്ടാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ നിലപാടിന് അനുകൂലമായി എന്ന് പാർട്ടി നിലപാടെടുത്തു. അന്ന് PC ജോഷി 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായിട്ടുള്ള പീപ്പിൾസ് വാറിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, പാകിസ്ഥാൻ ഈസ് ഇൻഅലൈനബിൾ റൈറ്റ് ഓഫ് മുസ്ലിംസ് ആസ് സ്വരാജ് ഈസ് റൈറ്റ് ഓഫ് അസ് ഓൺ.
സ്വരാജ് എങ്ങനെയാണോ നമുക്ക് അനന്യമായ അവകാശമായിട്ടുള്ളത്, അതുപോലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ അനന്യമായ അവകാശമാണ് എന്ന് ലേഖനം എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷിയാണ്. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് മാത്രം വെട്ടിമുറിച്ചാൽ പോരാ, ഇന്ത്യയെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും 16ഓ 17ഓ ആയിട്ട് വെട്ടിമുറിക്കണം. ഭാഷാ ദേശീയവാദം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും ആവശ്യപ്പെട്ടു 16ഓ 17ഓ ആയിട്ട് വെട്ടിമുറിക്കണം. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജൈവിക ബന്ധമാണ്, DNA ബന്ധമാണ്. അതാണ് അവരിപ്പോഴും തുടരുന്നത്. സാമാന്യ മുസ്ലിം ജനവിഭാഗത്തോടൊപ്പമല്ല അവര്, ദേശസ്നേഹികളായ മുസ്ലിം ജനവിഭാഗത്തോടൊപ്പമല്ല, മറിച്ച് തീവ്രവാദ വിഭാഗത്തോടൊപ്പമാണ് എല്ലാ കാലത്തും അവർ നിൽക്കാറുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ചരിത്രം നിങ്ങൾ നോക്കൂ. പാർട്ടി പ്രതിസന്ധിയിലൊക്കെ ആവുമ്പോൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തെ അവർ പിന്തുണയ്ക്കും. ഇപ്പോൾ 1971 തലശ്ശേരി കലാപത്തെക്കുറിച്ച് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാം, പാർട്ടി ഏതൊക്കെ തരത്തിലാണ് അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവരുടെ ശക്തമായ മേഖലകളിൽ, കമ്മ്യൂണിസ്റ്റ് സ്വാധീന മേഖലകളിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അക്രമം എന്താണ് എന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഒട്ടനവധി. തലശ്ശേരിയിൽ 33 പള്ളികൾ ആക്രമിക്കപ്പെട്ടതിൽ 15 പള്ളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ കൊടിയല്ലാതെ മറ്റൊരു കൊടിയും പാറാത്ത, പാർട്ടി അംഗമല്ലാത്ത ഒരൊറ്റ ആളും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത, പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളിലാണ് മുസ്ലിങ്ങളുടെ 15 പള്ളികൾ തകർക്കപ്പെട്ടത് എന്ന് ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രഭാഷണം നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. വിധേയത്തിൽ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴികളിൽ അത് പലരും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖ്യകക്ഷിയായിട്ടിരിക്കുന്ന CPI വിധേയത്തിൽ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ അക്രമങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ്. അവർക്ക് സ്വാധീനവും ഭൂരിപക്ഷവുമുള്ള സ്ഥലങ്ങളിൽ സാധാരണ വിശ്വാസികളായ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കും, അവരുടെ പള്ളി തകർക്കും. ഇത് നാദാപുരത്ത് പിന്നീട് നമ്മൾ കണ്ടതാണ്. നാദാപുരത്ത് അക്രമം ഉണ്ടായപ്പോൾ മുസ്ലിം പള്ളികൾ ആക്രമിച്ചു, മുസ്ലിം പള്ളിയിൽ കടന്നു കയറി, ഖുർആൻ വലിച്ചു കീറി, മൂത്രമൊഴിച്ചു, അശുദ്ധമാക്കി. ഇതൊക്കെ ചെയ്തത് പാർട്ടി സഖാക്കന്മാരാണ്. നിരവധി മുസ്ലിം ലീഗിന്റെ മുസ്ലിങ്ങളുടെ വീടുകൾ അടിച്ച് തകർത്തു നാദാപുരത്ത്. അതൊക്കെ വടക്കൻ ജില്ലകളിലെ മുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോ പാർട്ടി സാധാരണ മുസ്ലിങ്ങൾക്കൊപ്പമല്ല, പാർട്ടി ഇസ്ലാമിക തീവ്രവാദത്തിനൊപ്പമാണ്. പാർട്ടിയുടെ നിലപാട് എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പമാണ്. ഇസ്ലാമിക തീവ്രവാദത്തെയാണ് അവർ കൂട്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കൂട്ടുപിടിച്ചാണ് അവർ എല്ലാ കാലത്തും അധികാരത്തിൽ വരിക. അതിനുവേണ്ടിയാണ് ഇപ്പൊ നമുക്കറിയാം 1991 നയനാർ സർക്കാർ ഒരു വർഷം മുമ്പേ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിന്റെ കാരണം എന്താ? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാരണം ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായ ഒരു നിലപാട് അന്ന് CPM സ്വീകരിച്ചു. ആ നിലപാട് തങ്ങൾക്ക് അനുകൂലമായി രണ്ടാമതും തുടർഭരണത്തിന് സാഹചര്യം ഒരുക്കും എന്ന് കണ്ടുകൊണ്ടാണ് ഒരു വർഷം മുമ്പേ തന്നെ ഏകദേശം 4-4.5 വർഷം ആകുമ്പോൾ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായത്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഗുണം തങ്ങൾക്ക് കിട്ടും എന്ന പേരിലായിരുന്നു സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയ സമയത്ത് സദ്ദാം ഹുസൈന് അനുകൂലമായ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മാനസികാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന ധാരണയിൽ ഇവിടെ ലോകത്ത് സദ്ദാം ഹുസൈന് അനുകൂലമായി ഹർത്താൽ നടത്തിയ ഏക പാർട്ടി CPM ആണ്. കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ നടത്തിയത്. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയ ഇറാഖില് അവിടുത്തെ മുസ്ലിങ്ങൾ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ആഹ്ലാദം കൊണ്ട് നൃത്തമാടി. എന്നാൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ സംഘടിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിക തീവ്രവാദത്തെ സന്തോഷിപ്പിക്കാനും കൂടെ നിർത്താനുമാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ അഫ്സൽ ഗുരുവിന് വേണ്ടി ശബ്ദിച്ചു.
യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോൾ യാക്കൂബ് മേമന് വേണ്ടി ശബ്ദിച്ചു. ഇവരാണ് അബ്ദുൽ നാസർ മദനിയുമായി സഖ്യത്തിലാവുകയും അബ്ദുൽ നാസർ മദനിയെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിക്കുകയും അബ്ദുൽ നാസർ മദനിയോടൊപ്പം വേദി പങ്കിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത് CPM ആണ്. ഇവർ സാധാരണ ദേശസ്നേഹികളായ മുസ്ലിങ്ങളുടെ പക്ഷത്തല്ല, ഇവർ മുസ്ലിം തീവ്രവാദികളുടെ പക്ഷത്താണ്. മദനിയുമായിട്ടും അബ്ദുൽ നാസർ മദനിയുമായിട്ടും അതേപോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDPI ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖ്യം. പാർട്ടി അത്തരം ഭീകരവാദ തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാമിക വികാരത്തെ കുത്തിയിളക്കി. ഇസ്ലാം വേട്ടയാടപ്പെടുന്നവരാണ്, ഇസ്ലാം ഇരകളാക്കപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഇസ്ലാമിനെ വേട്ടയാടുകയാണ്. കേരളത്തിലും ഇസ്ലാം വേട്ടയാടപ്പെടുകയാണ്. ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് ഞങ്ങളാണുള്ളത് എന്ന ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് മുട്ടിന് ഗുജറാത്ത് പറയും, അവര് മുട്ടിന് ബാബറി മസ്ജിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജപമാലയിലെ മുത്തുമണികൾ എണ്ണുന്ന പോലെ ശൂലം, ഗർഭിണി, ഗുജറാത്ത്, ബാബറി മസ്ജിദ് എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനവികാരത്തിന്റെ ജനവിഭാഗത്തിന്റെ വികാരത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് തങ്ങൾക്കൊപ്പം നിർത്താൻ, നിങ്ങൾ സുരക്ഷിതരല്ല, നിങ്ങൾ അരക്ഷിതരാണ്, നിങ്ങൾ ഇരകളാണ്, നിങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്ന ഒരു മാനസികാവസ്ഥ മുസ്ലിം സമൂഹത്തിനുള്ളിൽ സൃഷ്ടിച്ച് അവരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM കേരളത്തിൽ ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഈ ഖുറാനെതിരായിട്ടാണ്, ഈ കള്ളക്കടത്തിനെതിരായിട്ടുള്ള സമരം യഥാർത്ഥത്തിൽ ഖുറാനെതിരായിട്ടാണ് ഉള്ള സമരമാണ് എന്ന് പറയുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ഈ തീവ്രവാദ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ്. ഖുറാനെ പറഞ്ഞാൽ പിന്നെ മറ്റ് UDF അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ അങ്ങോട്ടേക്ക് കടക്കാൻ പേടിയാണ്. ഖുറാനെ തൊട്ട് കളിക്കാൻ പേടിയാണ്. മുസ്ലിം ഖുറാൻ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നത്. ഖുറാൻ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കൊപ്പം നിർത്താം. അതോടെ UDF അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സമരത്തിൽ നിന്ന് അകറ്റി നിർത്താം. പിന്നെ BJP സമരം ചെയ്താൽ അത് ഖുറാനെതിരായിട്ടുള്ള സംഘപരിവാറിന്റെ വിരോധത്തിന്റെ പേരിൽ അതിനെ സൈഡ് ലൈൻ ചെയ്യാം, അതിനെ ഒതുക്കി തീർക്കാം എന്ന വ്യാമോഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാപട്യം ഇത് കേരളത്തിലെ ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് തീ കൊണ്ടുള്ള കളിയാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജലീലിനെ ചോദ്യം ചെയ്തത് മുതലാണ് ഇത് ഖുറാനെതിരായിട്ടുള്ള സമരമാണ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജലീലിനെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പ്രതിരോധത്തിലായി. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കൊടിയേരിയെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു. മണിക്കൂറുകളോളം ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യുന്നു. തൊട്ടുപുറകെ ജയരാജന്റെ മകൻ കേസിൽ ഉൾപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പുറത്തു വരുന്നു. പിന്നെ ജലീലിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ രക്ഷപ്പെടാനുള്ള ആകെ ഒരു വഴി എന്താ? ജലീലിനെ മുൻനിർത്തി, ഖുറാൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുക. ഇതല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. ആരാണ് ജലീൽ? ആരാണ് ജലീൽ? ഇവിടെ ജലീൽ എന്ന പേരിനോടല്ല നമുക്ക് പ്രശ്നം, ജലീൽ എന്ന വ്യക്തിയോടാണ്. ജലീൽ എന്ന പേരല്ല, ജലീൽ എന്ന വ്യക്തിയാണ് പ്രശ്നം. ആരാണ് ജലീൽ? ജലീൽ തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളത് പോലെ ഞാൻ എൻ്റെ ഉപ്പാപ്പയിൽ അഭിമാനം കൊള്ളുന്നയാളാണ് എന്നാണ് ജലീൽ പറയുന്നത്. എൻ്റെ ഉപ്പാപ്പ മലബാറിലെ മാപ്പിള ലഹളയിൽ ശിക്ഷിക്കപ്പെട്ട് 12 വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ബെല്ലാരി ജയിലിൽ കിടന്നയാളാണ്. അതിൽ അഭിമാനിക്കുന്നയാളാണ് ജലീൽ. ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് ജലീൽ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് വാര്യൻകുന്ന് മലബാർ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എടുത്തത്.
അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് മലബാർ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ മലബാർ മാപ്പിള ലഹളക്കാലത്ത് സ്വന്തം ഉപ്പാപ്പ ജയിലിൽ പോയി. എന്തായിരുന്നു മലബാർ മാപ്പിള ലഹള? മലബാർ മാപ്പിള ലഹള ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ്. അത് ഒരു ഹിന്ദു വംശഹത്യയായിരുന്നു എന്നുള്ളത്. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന കൂട്ടക്കൊലയായിരുന്നു മാപ്പിള ലഹള. അപ്പോൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, ഹിന്ദു ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്ത, ഹിന്ദു സ്ത്രീകളെ മാനഭംഗത്തിനിരയാക്കിയ, നിരവധി ഹിന്ദുക്കളെ മതം മാറ്റിയ മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് ജലീലിന്റെ ഉപ്പാപ്പ. ആ ഉപ്പാപ്പയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ജലീൽ സ്വാഭാവികമായും എത്തപ്പെട്ടത് ആദ്യം പൊതുജീവിതത്തിലേക്ക് ജലീൽ എത്തപ്പെട്ടത് സിമി എന്ന ഭീകര സംഘടനയിലാണ്. മൗദൂദി എന്ന ഇസ്ലാമിക ഭീകരവാദിയെ പിൻപറ്റി ആ മൗദൂദിയൻ ആദർശത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ആഗോളതലത്തിൽ തുടങ്ങിയ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന ആ പ്രസ്ഥാനത്തിലാണ് ജലീൽ എന്ന വ്യക്തി ആദ്യം കടന്നു വരുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ആദ്യത്തെ വെടിപൊട്ടിച്ചത് സിമിയാണ്. അത് വ്യാപകമായി പ്രചരിപ്പിച്ചു നാട് മുഴുവൻ. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണമായി അത് വ്യാപകമായി പ്രചരിച്ചു. ഇന്ന് സിമി നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. വർഷങ്ങളായി നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. നാളിതുവരെ സിമിയുടെ നിരോധനം പിൻവലിച്ചിട്ടില്ല. ഇന്ത്യയിലെ പല ഭീകര ആക്രമണങ്ങളിലും സിമി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. സിമിയുടെ പഴയ നേതാക്കന്മാര് പലരും ഇന്ന് SDPI പോലുള്ള സംഘടനകളിൽ ചേക്കേറി പ്രവർത്തിക്കുന്നു. സിമിയുടെ ചില നേതാക്കന്മാര് മുസ്ലിം ലീഗിലേക്ക് ചേക്കേറി. അങ്ങനെ ചേക്കേറിയ ആളാണ് KT ജലീൽ എന്ന ഇപ്പോഴത്തെ മന്ത്രി. അങ്ങനെ ചേക്കേറിയ ആളാണ് മുസ്ലിം ലീഗിന്റെ MP ആയിട്ടുള്ള സമദാനി. MP ആയിരുന്ന സമദാനി, ഇപ്പൊ MP അല്ല. സമദാനി അങ്ങനെ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയിലായിരുന്ന ആളാണ്. വളരെ ഗംഭീരമായി പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന അബ്ദുൽ നാസർ സമദാനി, ആ സമദാനി മുസ്ലിം ലീഗിലേക്ക് വന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്, സിമി എന്നാണ്. അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ താവളം സിമിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വന്നപ്പോൾ തങ്ങൾക്ക് പറ്റിയ രാഷ്ട്രീയ താവളമായി ലീഗിനെ തെരഞ്ഞെടുത്തു. പക്ഷെ ലീഗിനേക്കാൾ സമർത്ഥമായി തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജലീൽ ലീഗിനെ വിട്ടുകൊണ്ട് ലീഗിനേക്കാൾ ഭംഗിയായി ആ ദൗത്യം നിർവഹിക്കാൻ കടുത്ത ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമായ CPM-നകത്ത് നിന്നുകൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജലീൽ CPM-മായി അടുക്കാൻ തയ്യാറാകുന്നത്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന പഴമൊഴിയെ സാർത്ഥകമാക്കിക്കൊണ്ട് CPM-ഉം ജലീലിനെ പോലുള്ള ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ CPM ജലീലിനെ കേരളത്തിന്റെ നെടുനായകത്വം വഹിച്ച, അല്ലെങ്കിൽ പിണറായി വിജയനെ കേരളത്തിന്റെ അവതാര പുരുഷനാക്കി മാറ്റിയ കേരള യാത്രയുടെ മുൻപന്തിയിൽ തന്നെ നിർത്തി അവതരിപ്പിച്ചു. പിണറായി വിജയന്റെ തൊട്ടടുത്ത സ്ഥാനം നൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ താഴെ ഇരുത്തി പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനത്തിൽ പിണറായി വിജയന്റെ വലതുവശത്ത് മറ്റാരുമായിരുന്നില്ല ഇരുന്നത്, ജലീലായിരുന്നു. അങ്ങനെ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഉപ്പാപ്പയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ജലീൽ, ആ അഭിമാനം ഇപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ജലീൽ, ആ ജലീലിനെ പാർട്ടി പിണറായി വിജയൻ തന്റെ വലതുവശത്തിരുത്തിക്കൊണ്ടാണ് കേരള യാത്ര നടത്തിയത്. ആ ജലീലിനെയാണ് പാർട്ടി എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് ഇപ്പോ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ആ ജലീൽ സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധം എന്താണ്? ആ ജലീലിന് ഈ ഖുറാൻ കടത്തിന്റെ മറവിൽ വന്ന സ്വർണത്തിന്റെ ആ കടത്തുമായി വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ
അത് ഖുറാനെതിരായിട്ടുള്ള ആരോപണമാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് CPM-ന് ആവശ്യമാണ്, CPM-ന്റെ ആവശ്യമാണ്. അപ്പൊ ജലീൽ എന്ന കഥാപാത്രം സമ്പൂർണമായി സംശയത്തിന്റെ നിഴലിലാണ്. മദനിയുമായിട്ടാണ് ജലീലിന് അടുത്ത ബന്ധം. CPM-ലേക്ക് വന്നപ്പോഴേ മദനിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം കൂടി. ബാംഗ്ലൂര് പോയി മദനിയെ നേരിൽ കണ്ട് സൗഖ്യം അന്വേഷിക്കുന്ന ജലീലിന്റെ ചിത്രം നമ്മൾ പത്രങ്ങളിൽ കണ്ടു. മറ്റൊരു കണക്ഷൻ കൂടി നമ്മൾക്ക് കാണാൻ സാധിച്ചു. ജലീലും ഷാഹിന എന്ന പത്രപ്രവർത്തകയുമായിട്ടുള്ള ബന്ധവും നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ ഒരു പങ്ക് കച്ചവടമാണ്, ഒരു കൂട്ടുകച്ചവടം. ഇവര് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദ ഗ്രൂപ്പുകൾ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഗ്രൂപ്പുകൾ, ഇതെല്ലാം തമ്മിലുള്ള കെട്ടിപിണഞ്ഞു കിടക്കുന്ന അഭേദ്യമായ ബന്ധമാണ്. ആ ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ജലീൽ കേരളത്തിലെ ഒരു പത്രങ്ങൾക്കും അഭിമുഖം കൊടുക്കാതെ, മലയാളത്തിലെ ഒരു പത്രങ്ങൾക്കും അഭിമുഖം കൊടുക്കാതെ ജലീൽ അഭിമുഖം കൊടുത്തത് തീരെ അപ്രസക്തമായിട്ടുള്ള ഒരു പത്രത്തിന്, ഫെഡറൽ എന്ന ഒരു പത്രത്തിന്റെ പത്രപ്രവർത്തകയായിട്ടുള്ള ഷാഹിനയ്ക്കാണ്. ഷാഹിന ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കള്ളത്തെളിവുണ്ടാക്കി മദനിക്ക് അനുകൂലമായി വാർത്ത സൃഷ്ടിച്ചതിന്റെ പേരിൽ കേസ് നേരിട്ട വ്യക്തിയാണ് ഷാഹിന. ഇസ്ലാമിക മത തീവ്രവാദത്തെയും ദേശീയതക്കെതിരായും ദേശീയ ശക്തികൾക്കെതിരായും ഒക്കെ ഇസ്ലാമിക മത തീവ്രവാദത്തിന് അനുകൂലമായി റിപ്പോർട്ടുകൾ പടച്ചുവിടുന്ന ജോലിയായിരുന്നു തെഹൽക്കയിലായിരുന്നപ്പോൾ. അതിനു മുമ്പ് ഷാഹിന പ്രവർത്തിച്ച മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടാണ് ഷാഹിന എടുത്തിട്ടുള്ളത്. ഷാഹിനയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സർക്കാരാണത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊറോണയുടെ പേരിലൊക്കെ ആദ്യത്തെ പ്രതിരോധ നടപടികൾ വന്നപ്പോൾ തന്നെ ശൈലജ ടീച്ചറെ BBC-യിൽ അവതരിപ്പിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ എന്തോ മഹത്തായ സംഭവമാണ് എന്ന മട്ടിൽ BBC-യിൽ ശൈലജ ടീച്ചറുടെ അഭിമുഖം കൊടുപ്പിക്കുന്ന തരത്തിലേക്ക്, റിപ്പോർട്ട് കൊടുപ്പിക്കുന്ന തരത്തിലേക്ക് ഷാഹിനയുടെ റിപ്പോർട്ടാണ് അവിടെ പോയത്. അപ്പൊ ആ നിലയ്ക്ക് ഇവരൊക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിൽ ഇടതുപക്ഷ സർക്കാരിന് ഷാഹിനയുമായിട്ടും ജലീലും ഷാഹിനയും ഇതുപോലുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢതരമാണ്. അങ്ങനെ അബ്ദുൽ നാസർ മദനിയുമായിട്ടും ജലീലിന് അടുത്ത ബന്ധമാണ്. അപ്പൊ അങ്ങനെ അബ്ദുൽ നാസർ മദനി, ഷാഹിന, ജലീല് ഇവരൊക്കെയുമായിട്ടുള്ള ബന്ധമാണ് ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ജലീൽ എന്നുള്ളത് ഇസ്ലാമിക മത തീവ്രവാദത്തിന്റെ അജണ്ട നടപ്പാക്കാൻ, ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് വളം വെച്ചു കൊടുക്കുകയാണ്, ചൂട്ടുപിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക, അതിനുവേണ്ടി രാഷ്ട്രത്തെ ചിഹ്ന ഭിന്നമാക്കാൻ, രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കാൻ ഒക്കെ ശ്രമിക്കുന്ന തരത്തിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു. അതിനുവേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാണ് അവർ. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനും അവർ മുന്നിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവർ ഇസ്ലാമിന്റെ സംരക്ഷണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിമിനും എതിരല്ല CAA ആക്ട് എന്നെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിമിനും എതിരല്ല. പക്ഷേ മുസ്ലിം വികാരത്തെ കുത്തികളക്കാൻ നേതൃത്വം കൊടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മുസ്ലിം വികാരത്തെ കുത്തികളക്കാൻ നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശരീഅത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നത്? 1986 ഷബാനു കേസിന്റെ വിധി വന്ന സമയത്ത് ശരീഅത്ത് അവസാനിപ്പിക്കണം, ശരീഅത്ത് തെറ്റാണ്, കോമൺ സിവിൽ കോഡ് കൊണ്ടുവരണം, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പ്രസംഗിച്ച് നടന്നയാളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാട് ഏകീകൃത സിവിൽ കോഡ് വേണമെന്നായിരുന്നു, ശരീഅത്ത് അവസാനിപ്പിക്കണം എന്നായിരുന്നു. അത് ഇപ്പോൾ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ? എന്തേ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ കാര്യം നമ്പൂതിരിപ്പാട് പറഞ്ഞ കാര്യം ഇപ്പോൾ പറയാൻ പാർട്ടി തയ്യാറാവാത്തത്? കാരണം വളരെ ലളിതമാണ്. പഴയ നിലപാട് താത്വികമായ നിലപാടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ നിലപാട് അവസരവാദപരമായ നിലപാടാണ്. അതിനവർ മനോഹരമായ ഭാഷയിൽ അടവ് നയം എന്ന് പറയും. അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ്
അപ്പൊ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ അവര് ശരീഅത്ത് അവസാനിപ്പിക്കണമെന്ന് പറയാൻ തയ്യാറല്ല. ഇപ്പൊ അവര് ശരീഅത്ത് ആക്ട് മുത്തലാഖിന്റെ വിഷയത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? മുത്തലാഖ് അവസാനിപ്പിക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്? സ്ത്രീകളെ 3 പ്രാവശ്യം ഇൻസ്റ്റന്റ് ആയിട്ട് മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന സ്ത്രീ വിരുദ്ധമായ, തികച്ചും ന്യായവിരുദ്ധമായ ഒരു നടപടിയെ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി നിലപാടെടുത്തു. നമ്പൂതിരിപ്പാടിന്റെ നിലപാടെന്തായിരുന്നു ആദ്യം? അപ്പോൾ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ നിലപാടുകളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക മത തീവ്രവാദികൾക്കൊപ്പമാണ് അവര് നിലനിൽക്കുന്നത്. എല്ലാ കാലത്തും അവരങ്ങനെയായിരുന്നു. അവർ ഇന്ത്യയുടെ താല്പര്യത്തിന് അവർ എതിരാണ്. അതിലേക്ക് കൂടുതൽ അവർ ചൈനയുടെ പക്ഷത്താണ്, സോവിയറ്റ് യൂണിയന്റെ പക്ഷത്തായിരുന്നു. ഏറെക്കാലം സോവിയറ്റ് യൂണിയന്റെ പണം വാങ്ങി ഇന്ത്യക്കെതിരായിട്ട് സോവിയറ്റ് യൂണിയന് വേണ്ടി പണിയെടുത്തു. ഇപ്പൊ ചൈനയുടെ പണം വാങ്ങി ഇന്ത്യക്കെതിരായി ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിൽ നമുക്കറിയാം, എല്ലാ കാലത്തും അവർ ഇന്ത്യ വിരുദ്ധരായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് അവർ ബ്രിട്ടനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടടുത്ത വർഷങ്ങളിൽ സോവിയറ്റ് യൂണിയന് വേണ്ടി അവർ ഇന്ത്യക്കെതിരായിട്ട് നിലകൊണ്ടു. സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്താൽ ഇവിടെ കൊട പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കളിയാക്കലുകൾ, പരിഹാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടത് അങ്ങനെയാണ്. അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള നിർദ്ദേശം കാത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യ വിരുദ്ധമായ സമീപനങ്ങളുടെ നീണ്ട ചരിത്രമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ കേരളത്തിൽ ഖുറാനെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഈ തരത്തിലെ വിഭജനത്തിന്റെ, മതദ്രോഹത്തിന്റെ അല്ലെങ്കിൽ മതവിദ്വേഷത്തിന്റെ, മതസ്പർദ്ധയുടെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത്. അങ്ങേയറ്റം ചെറുത്തു തോൽപ്പിക്കേണ്ട കാര്യമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത തീവ്രവാദത്തോട് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഹിന്ദുക്കളോട് വിരുദ്ധമായ നിലപാടെടുക്കുന്നത് കൂടി ഞാൻ അവസാനമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ പറയുന്നത് എന്താ? പിണറായി വിജയൻ പറയുന്നത് ജലീൽ വഖഫ് മന്ത്രിയാണ്, ജലീൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്, ജലീലിന് ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയി വിതരണം ചെയ്യാൻ അവകാശമുണ്ട്, അങ്ങനെ ഖുറാൻ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. ശരി, നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. സർക്കാർ മതേതരമാണ്, സർക്കാർ വാഹനം അതിനുവേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം, കണ്ടില്ലെന്ന് നടിക്കാം. പ്രോട്ടോകോൾ ലംഘിച്ച് കൊണ്ടുവന്നതാണ്, വിദേശ നിയന്ത്രണ ചട്ടം ലംഘിച്ച് കൊണ്ടുവന്നതാണ്, പോട്ടെ, ആ കുറ്റവും നമുക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കാം, പോട്ടെ എന്ന് വെക്കാം. അതൊന്നും പോട്ടെ എന്ന് വെക്കാവുന്ന സാര കുറ്റമല്ല കേട്ടോ. അതിനെ ഒന്ന് സബ്സിഡൈസ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയ, ഈ ഒരു അവകാശം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഈ ഒരു അവകാശം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അർഹിക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്താലുള്ള സ്ഥിതി എന്താണ്? നിങ്ങൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ചെയ്തത്? കടകംപള്ളി സുരേന്ദ്രൻ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെത്തി ദർശനം നടത്തിയപ്പോൾ, ഗുരുവായൂരിലെത്തിയ ഒരു ശ്രീകൃഷ്ണനെ വേഷം കെട്ടിയ ഒരു ഉണ്ണിക്കണ്ണനെ എടുത്തൊന്ന് ഉയർത്തിയപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നടത്തിയ വെപ്രാളം? എന്ത് പ്രതിഷേധമാണ് നിങ്ങൾ ഉയർത്തിയത്? പാർട്ടി കടകംപള്ളി സുരേന്ദ്രനോട് വിശദീകരണം ചോദിച്ചില്ലേ? പാർട്ടി കടകംപള്ളി സുരേന്ദ്രനെ ശാസിച്ചില്ലേ? ജാഗ്രത കുറവ് കാട്ടിയെന്ന് ആക്ഷേപിച്ചില്ലേ? എന്താ ജലീലിനുള്ള സ്വാതന്ത്ര്യം കടകംപള്ളി സുരേന്ദ്രൻ ഇല്ലാത്തത്? ഐഷ പോറ്റി ഒരു സ്വതന്ത്ര MLA ആയിരുന്നില്ലേ? നിങ്ങൾ ജലീൽ ഒരു സ്വതന്ത്ര MLA ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാം. ഐഷ പോറ്റി ഒരു സ്വതന്ത്ര MLA ആയിരുന്നില്ലേ? ഐഷ പോറ്റിക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി ആ സത്യപ്രതിജ്ഞ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഐഷ പോറ്റിയെ ശാസിച്ചതും എന്തിനായിരുന്നു? അതിനുള്ള അവകാശം ഐഷ പോറ്റിക്കില്ലേ? നിങ്ങൾ ഒരു ഭാഗത്ത് പറയും
സഖാക്കന്മാർക്ക് സ്വന്തം നിലയ്ക്ക് ഈശ്വര വിശ്വാസം ഞങ്ങൾ തടയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് ആ വിശ്വാസം നൽകാൻ തയ്യാറാവാത്തത് എന്താ? അപ്പോൾ ഐഷ പോറ്റിക്കില്ലാത്ത സ്വാതന്ത്ര്യം, കടകംപള്ളി സുരേന്ദ്രനില്ലാത്ത സ്വാതന്ത്ര്യം ജലീലിന് കൊടുക്കാം. ഇനി പാർട്ടി മെമ്പർ ആയതുകൊണ്ടാണ് സുരേന്ദ്രന് അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തത് എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങനെയെങ്കിൽ പാർട്ടി മെമ്പറെ എന്തിനാണ് ദേവസ്വം മന്ത്രി ആക്കുന്നത്? ദേവസ്വം മന്ത്രിയായി പാർട്ടി മെമ്പറെ നിശ്ചയിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തുമാകാം. ഖുർആൻ വിതരണം ചെയ്യാൻ മന്ത്രിക്ക്, ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിക്ക് അവകാശമുണ്ട്. ക്ഷേത്രത്തിൽ പോയി തൊഴാൻ ദേവസ്വം മന്ത്രിക്ക് അവകാശമില്ല. ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ ദേവസ്വം മന്ത്രിക്ക് അവകാശമില്ല. ഈ നിലയ്ക്കുള്ള ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ പക്ഷത്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഈ തിരിച്ചറിവ് ഹിന്ദു സമൂഹം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഹിന്ദു സമൂഹം ആണ് കണ്ണു തുറന്ന് കാണേണ്ടത്. എത്ര പാർട്ടി സഖാക്കന്മാരെയാണ് മൂകാംബി ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ, ശബരിമലയ്ക്ക് മാലയിട്ട് പോയതിന്റെ പേരിൽ പാർട്ടി സഖാക്കന്മാരെ പുറത്താക്കിയ എത്രയെത്രയോ വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. അതെല്ലാം ചരിത്രമാണ്. പാർട്ടി സഖാക്കന്മാരുടെ കണ്ണു തുറക്കട്ടെ. ഹിന്ദുക്കളായ പാർട്ടി സഖാക്കന്മാർ കണ്ണു തുറന്ന് കാണട്ടെ. ഇവിടെ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിന്റെ വികാരം കുത്തിയിളക്കി പാർട്ടി മതത്തെ കൂട്ടുപിടിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ആരും ഖുർആനെ അവഹേളിച്ചു. ഖുർആൻ എത്ര വേണമെങ്കിലും വിതരണം ചെയ്യാൻ ഒരു തടസ്സമില്ല. ഖുർആനോ ബൈബിളോ ഭഗവത്ഗീതയോ ഏത് വേണമെങ്കിലും വിതരണം ചെയ്യാൻ ഒരു തടസ്സവുമില്ല. അത് സർക്കാർ വാഹനത്തിൽ വരെ വിതരണം ചെയ്താലും ഇത്ര പ്രശ്നമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ ഒരു കളി, അത് തീ കൊണ്ടുള്ള കളിയാണ്. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ്, അവരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗൂഢലക്ഷ്യം മനസ്സിലാക്കി, ഗൂഢതന്ത്രം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു ജനവികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.